ഹായ് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി തന്തൂരി ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 4-5 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മുടെ മസാല നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം മസാല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒട്ടും വെള്ളം പാടില്ല ചിക്കനിൽ. എന്നിട്ട് നമ്മുടെ മസാലയിലിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു റൂം ടെമ്പറേച്ചറിൽ ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഒരു ഗ്രില്ലർ എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ ഇടുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾട്ടഡ് ഇടുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത്തിരി ഗ്യാപ്പ് ഇട്ട് വേണം കേട്ടോ നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സൈഡ് നല്ലോണം അടിപൊളിയായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സൈഡും കൂടി മൊരിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി തന്തൂരി ചിക്കൻ റെഡിയായി. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു ചിരട്ട കഷ്ണം എടുത്ത് നല്ലോണം കത്തിക്കുക കേട്ടോ. നല്ലതുപോലെ കത്തണം. എന്നിട്ട് നമ്മൾ അതൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ നടുക്കിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കണം കേട്ടോ 5 മിനിറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്മോക്കി ഫ്ലേവർ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. വീട്ടിലെന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.